ഇന്ന് നമ്മൾ പോകുന്നത് പീരുമേടിലുള്ള പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പല പ്രാവശ്യം ഞാൻ വർഷങ്ങൾക്ക് മുമ്പും പോയിട്ടുണ്ട്. അന്ന് വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഒന്ന് ഇടണമെന്നുള്ളൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയാണ്. ശരിക്കും ഒരു പോകുന്നതിന് മുമ്പ് നിന്നുമുള്ളിപ്പാറ കഴിഞ്ഞ് ആ വളവിന് മണ്ടയിൽ ശരിക്കും ഒരു വ്യൂ പോർട്ട് ഉണ്ടായിരുന്നു നേരത്തെ. അവിടെ നിന്ന് നമുക്ക് താഴേന്ന് വളഞ്ഞ് റോഡുകൾ കയറി വരുന്നതും വണ്ടി കയറി വരുന്നതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ മരങ്ങളെല്ലാം വളർന്ന് വലുതായി. നമ്മൾ അവിടെ ഒന്ന് നിർത്തി നോക്കുകയത് നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന്. രക്ഷയില്ല, മരമെല്ലാം വളർന്ന് പൊങ്ങിപ്പോയി. അവിടുന്ന് പിന്നെ നമ്മൾ പാഞ്ചാലിമേട്ടിലേക്ക് പോവുകയാണ്. പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന വഴിയാണ്. കുറേ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ റിസോർട്ടുകളൊക്കെ ഒത്തിരി അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭാവിയിലൊരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാകാൻ എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്. കാരണം ഇത് കേരളത്തിലുള്ളവർക്ക് അവിടെ വലിയ താല്പര്യമില്ലെങ്കിലും പുറത്തുനിന്നുള്ളവർ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പിടിച്ചാൽ കിട്ടുകയില്ല. തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും കർണാടകക്കാരും എല്ലാം ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ കടകൾ കണ്ടമാനം പൊങ്ങിയിട്ടുണ്ട്. താൽക്കാലികമായ കടകളാണെങ്കിലും അത് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എൻട്രൻസ് ഫീസും ആക്കിയിട്ടുണ്ട്. കാറിന് 20 രൂപയാണ് മേടിക്കുന്നത്. അതെനിക്ക് നല്ലതായിട്ട് തോന്നി. അവിടെ ഗ്രീൻ സിറ്റി ആയിട്ട് ഇടാനും ആൾക്കാർ കൊണ്ടുവന്നിരുന്ന വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ ബാത്റൂം ഫെസിലിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ശരിക്കും പീരുമേട് പഞ്ചായത്ത് അതൊരു ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റിക്കഴിഞ്ഞു. കടകൾ ഇഷ്ടം പോലെ കടകൾ, ഇഷ്ടം പോലെ ആൾക്കാരും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ഇത് നമ്മുടെ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. సెల్లు పట్టుకునే తీసుకోవాలండి.
എല്ലാ മോഡലുകളിലുമുള്ള ഫാൻസി സാധനങ്ങളും കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളും ഹോൾസെയിൽ വിലയിൽ അവിശ്വസനീയമായ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. കഴിഞ്ഞ 14 വർഷത്തെ സേവന പാരമ്പര്യത്തിൽ നിങ്ങളോടൊപ്പം ആൽഫി ഫാൻസി ആൻഡ് ടോയ്സ് ഷോപ്പ് പരുന്തുംപാറ. നമ്മൾ വേദിക്കകത്തായില്ലേ കാർമേഘം കണ്ടോ വലിയ മേഘം കിടക്കുന്നേ. താഴെയുള്ള ഗ്രൂപ്പ് പ്രകാരം തയ്യാർ ചെയ്തതാണ്. ഈ തൈലം മാംസപേശിയിൽ ഉണ്ടാകുന്ന വേദന, ഉണ്ടാകുന്ന വേദന, അസ്ഥിക്ക് അകത്തും പുറത്തും ഉണ്ടാകുന്ന വേദന, കുപ്പി പിടിച്ചേ
ഇങ്ങോട്ട് കിട്ടി ക്യാമറ ഫ്രണ്ടാക്കണം. സൈഡിലാക്കുന്നു. ആവശ്യത്തിന് സൂര്യൻ മൊബൈൽ കൈ പിടിച്ചെടുക്കാൻ തന്നെ പറ്റും. എങ്കിൽ നല്ല ഫോട്ടോ കിട്ടും. ഇതുണ്ടോ പുലിനമ്മ അത് മനസ്സിലായി. സഞ്ചായ പിടിച്ചോ, തീർന്നു. സൂര്യൻ അസ്തമിച്ചു. എന്നെ ശ്രദ്ധിക്കാതെ അതേ ശ്രദ്ധിക്കുന്നേ. ആ പരുന്തിനെ എടുത്തോ, അല്ല ഇനി രാത്രിയായി. എന്താണ് അവിടെ നിന്നാ മതി. ചായ കുടിക്കാൻ നിന്നാലിനെ ഒന്നും കിട്ടിയല്ല. നേരത്തെ രാത്രിയാവുകയോ പറഞ്ഞില്ല. അവര് നേരത്തെ പമ്പ് കടന്നു.
അവിടെ കൂടുന്നുണ്ടോ അവിടെ ഇരിക്കും. ചിരിച്ച സാറേ. ക്യാമറ വേണം വേണ്ട വേണ്ട എന്താ എടുത്തോ. मेरे मगर तू की करती
ജീപ്പും കൊണ്ടുണ്ടല്ലോ അവിടെ കയറാൻ പറ്റുമോ? അവിടെ മൊത്തം പരുന്തിനെ പുറത്തിരിക്കുക, കംപ്ലീറ്റ് പരുന്താണ് അത്, ഇഷ്ടം പോലെ പരുന്ത്. അവിടെയാണ് പറത്തുകാരൻ. പരുന്തും പട്ട ഇതേപോലെ ഞങ്ങൾ കിട്ടിയത് ട്രാൻസ്പോർട്ടേഴ്സും ഉണ്ട് ഇങ്ങോട്ട് കേട്ടോ. ബസ് വരാവുന്നവർക്കും ബസ്സുകാരും വരാം. ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. ഇതാണ് ബസ്സെല്ലാം കിടക്കുന്നത്. ഇത് ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച്. ഇവിടെ പോകുന്ന ഈ രാത്രിയില് എനിക്ക് ഒന്ന് ശുദ്ധമായി കൊള്ളാൻ പോകുന്നതായിരിക്കും. രാത്രി നീ ഇവിടെ വൈബാണോ? വൈബായിരിക്കും. നമ്മള് പോകുന്ന മണ്ടന്മാരാണോ? തിരിച്ചു പോയാലോ? രാത്രിയിൽ എന്നാ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു വെട്ടം കിടക്കുമായിരിക്കും. കണ്ടോ സൂര്യൻ അസ്തമിച്ചാലും. വെട്ടം കിടക്കും. കണ്ടോ സൂര്യൻ അസ്തമിച്ചു. ഇത് പരുന്തുംപാറ കാണാനൊക്കെ ലേറ്റ് ആയിട്ട് ആൾക്കാർ വരുന്നല്ല, സൂര്യാസ്തമനം കാണുക എന്നുള്ളതല്ലേ പ്രധാന സംഭവം. പക്ഷെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു ഇങ്ങനെ വെട്ടം കിടക്കുമെന്ന് ആർക്കറിയാം. കണ്ടോ നമ്മൾ വേറൊരിടത്തും ഈ വെട്ടം കാണുന്നില്ല. ഇതുണ്ടോ ഇപ്പൊ എന്നാ സൂര്യൻ അസ്തമിച്ചിട്ട് നേരെ കണ്ടോ സൂര്യനെ കാണാവുന്ന പോലെ വെട്ടമുണ്ട്. കണ്ടോ അത് 7 മണിയായിട്ട് 7 കിട്ടും. ഇഷ്ടായില്ല. ഇത് അന്റാർട്ടിക്ക ഒന്നുമല്ല. ഇനി അന്റാർട്ടിക്ക ആകാൻ സാധ്യതയുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. ഭൂമി കറങ്ങിത്തില്ല. അന്റാർട്ടിക്ക മാത്രം അതുള്ളൂ. ഇവിടുത്തെ പ്രകൃതി സൂര്യൻ എത്രമാത്രം പോകുന്നുണ്ടെന്ന് ആരും അളവെടുത്തിട്ടില്ലല്ലോ. രാത്രി കുത്തിയിരുന്ന അളവെടുക്കാഞ്ഞിട്ടാണോ എന്തിടത്ത് സ്ഥലത്തുനിന്ന് ആൾക്കാര്. എൻ്റെ പൊന്നേ മതി. നമ്മൾ ഈ മുറ്റത്ത് കിടന്നിട്ട് നമുക്കൊരു വിലയില്ല. വിലയുള്ളവരുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നൂർദഹാൻ അക്കായുടെ കടയിൽ കയറി. മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. നമ്മൾ പീരുമേട്ടിൽ നിന്ന് പരുന്തുംപാറയ്ക്ക് പോകുമ്പോൾ പരുന്തുംപാറയ്ക്ക് തൊട്ട് മുമ്പ് വലതുവശത്താണ് ഈ ഹോട്ടലിരിക്കുന്നത്. നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ്. ഞാനൊരു ചെടി കണ്ടില്ല തൂങ്ങിക്കിടക്കുന്നത്, അത് ആ ഹോട്ടലിൻ്റെ മുറ്റത്തു നിന്നാണ് എടുത്തത്. അപ്പോൾ നമ്മൾ അവിടെ നമുക്കൊരു ചായ പോലും കുടിക്കാനല്ല, ഒരു കുഞ്ഞു കടി പോലും കുടിക്കാൻ പറ്റാത്ത അത്ര തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും ഒക്കെ കംപ്ലീറ്റ് ആൾക്കാർ അവിടെ കട പൊതിഞ്ഞ് ഫുഡ് അവർ ഉപയോഗിക്കുക, വൈബ് ചെയ്യുകയാണ്. അവിടെ കടയായിട്ടും തട്ടുകടയായിട്ടും ഇരുന്നവർക്കൊക്കെ കംപ്ലീറ്റ് സാധനം തീർന്നു പോയി. അപ്പോൾ നമുക്കവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഈ കട നമുക്കറിയാവുന്നതുകൊണ്ട് നേരത്തെ പോയപ്പോൾ നമ്മൾ പല പ്രാവശ്യം കയറിയിട്ടുള്ള കടയാണ്. ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് പാർക്ക് ചെയ്യാനും നല്ല ചായ കുടിക്കാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ ഇവിടെ കയറി നമ്മളൊരു ചായയും ബോണ്ടായും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പം പോകുന്ന ആൾക്കാർക്ക് ഇതാണ്ടോ ട്രാൻസ്പോർട്ട് ബസ് ആളുമായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പോൾ പോലീസുകാരും എല്ലാം കൺട്രോളായിട്ട് എല്ലാം സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. വണ്ടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറങ്ങുന്നതിനൊപ്പം തന്നെ ഇതേണ്ട ഒരു സമയം ഒരു രാത്രിയായി, ഇപ്പോഴും വണ്ടി അങ്ങോട്ട് തിരിച്ചും കയറുന്നുണ്ട്. ഈ ഇറങ്ങുന്ന പോലെ തന്നെ വണ്ടി അങ്ങോട്ട് തിരിച്ചും കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് വരുന്ന വണ്ടികളെല്ലാം തമിഴ്നാടും അങ്ങനെയുള്ള വണ്ടികൾ തന്നെയാണ്. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങി പോവാണ്. പക്ഷെ ഒത്തിരി വണ്ടികൾ ഇപ്പോഴും തിരിച്ച് കയറി പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇടാം. ഇതിപ്പോൾ നമ്മളൊരു നോർമൽ ക്യാമറയിലാണ് ഈ വീഡിയോ കംപ്ലീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു 360 ഡിഗ്രി ക്യാമറയിൽ അവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. ഇപ്പം തന്നെ ഒത്തിരി സമയമായി, അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഒരു പീരുമേട് ജംഗ്ഷനിൽ നിന്നൊരു 4.5 കിലോമീറ്ററോളം അകത്തേക്ക് പോയാലേ നമുക്ക് ഈ പരുന്തുംപാറയിൽ എത്താൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ന്യൂ ഇയർ ഫോർ all.